സർ, കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു, ശബരിമലയിൽ എന്തെങ്കിലും ചെയ്യാൻ ഭയമാണ്. എനിക്ക് മാത്രമല്ല, ഭക്തർക്ക് പോലും ആ ഭയമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു. ഈ ശബരിമല ശ്രീകോവിലിന് തൊട്ട് മുന്നിൽ, അതിൻ്റെ ആ വാതിലിന് തൊട്ട് രണ്ട് വശത്തായിരിക്കുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളെ സ്വർണം പൊതിഞ്ഞിരുന്നു. ആ സ്വർണം അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അത് അടിയന്തരമായിട്ട് തിരിച്ചെത്തിക്കണമെന്ന് കോടതി ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അതിലൊരു ആ ഉത്തരവിലൊരു മയം വരുത്തിയിരുന്നു. ഇപ്പോഴിതാ കോടതി പറഞ്ഞിരിക്കുന്നു, അത് 42 കിലോ സ്വർണം ഉണ്ടായിരുന്നത് 38 കിലോ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. 4 കിലോ എവിടെ പോയി? ദേവസ്വം വിജിലൻസ് SP ഇതേക്കുറിച്ച് അന്വേഷിച്ച് 3 ആഴ്ചക്കകത്ത് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇന്നലത്തെ വാക്കുകളും ഇന്നത്തെ കോടതി വിധിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കും. ഒരു കള്ള ലക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ നിന്ന് പേടിയാണ് എന്ന് പറയുന്നത്. മടിയിൽ കനമുള്ളവന് പേടിക്കണം, അതേ അതിന് മറുപടി പറയാനുള്ളൂ. അല്ലാതെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബ സ്വത്താണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാനല്ല അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി വന്നപ്പോൾ കിട്ടിയ പാരിതോഷികമായിട്ട് കണക്കാക്കിക്കൊണ്ട് കൊള്ള ചെയ്യാനുള്ള യാതൊരു സ്വാതന്ത്ര്യത്തിനും അദ്ദേഹത്തിനുമില്ല, ദേവസ്വം ബോർഡിനുമില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ആ ഉത്തരം തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സംശയം എന്താ അതിൽ? ഭരണഘടന പൊക്കിപ്പിടിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാം. ഭരണഘടന ഇങ്ങനെ ആകാശത്തോളം പൊക്കിപ്പിടിക്കുകയല്ല, അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളണം. അതിൻ്റെ അന്തസത്ത ഇതാണ്: നിങ്ങൾക്കൊരു സ്ഥാനം തന്നിരിക്കുന്നു, അതിൽ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റിരിക്കുന്നു. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്നത്. അതിന് കഴിവില്ലെങ്കിൽ, പേടിയാണെങ്കിൽ രാജിവെച്ച് പോകുവേ. ഇതേ ഉള്ളു ഉത്തരം. നിങ്ങളെ ആരും പേടിച്ച് അവിടെ ഇരിക്കണം, സ്ഥലവും മെനക്കെടുത്തരുത്. നിങ്ങൾക്കതിന് യോഗ്യതയില്ലെങ്കിൽ, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ, അത് ഭരിക്കാൻ ധൈര്യമല്ല, ഇറങ്ങി പോവുക. നിങ്ങളെ അവിടെ ഇരിക്കണമെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾക്കതിന് യോഗ്യത പേടിയാണെന്ന് പോലും. ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ഹൈക്കോടതിയെക്കുറിച്ച്. BJPയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പിന്നെ സമ്മതിക്കാം. ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ കാക്കാൻ, ഭരണഘടനയുടെ ചട്ടങ്ങൾ കാക്കാൻ നിയുക്തമായിട്ടുള്ള ഹൈക്കോടതിയെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അപമാനിക്കുന്നതിന് നിങ്ങൾക്ക് പേടിയാണെന്ന് പോലും. നിങ്ങളെ ശത്രുവായിട്ടൊന്നും കാണുന്നില്ല. അവിടെ അക്കൗണ്ടബിലിറ്റി വേണം. അതെ, നിങ്ങൾ 2019 വളരെ ആഘോഷമായിട്ട് ടെമ്പോയിൽ ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി ചെമ്പിന് മേൽ സ്വർണം പൂശി കൊണ്ടുവന്നു. സ്വർണം പോലെ തിളങ്ങുന്ന ഒരു ലോകമില്ല. അത് ഗ്യാരണ്ടിയോടുകൂടെ ആയിരിക്കണമല്ലോ ചെയ്യുന്നത്. ഇത്രയും വലിയ ചെയ്താവുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥാപനത്തിൽ ആയിരിക്കണമല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ എന്താ സംഭവിച്ചത്? 2019 ഇതും തമ്മിൽ ഏതാണ്ട് 6 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. ആ കമ്പനി നിങ്ങൾക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്നത് 40 വർഷം. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 44 വർഷത്തേക്കാണ്. ആ 44 വർഷം കഴിയുന്നതിന് മുമ്പ് വീണ്ടും ആഘോഷമായിട്ട് ശബരിമല ദ്വാരപാലക വിഗ്രഹത്തിലെ പാളികൾ, സ്വർണ്ണപ്പാളികൾ ടെമ്പോയിലെടുത്ത് ചെന്നൈയിലേക്ക് ദുരൂഹമായ, നിഗൂഢമായ രീതിയിൽ കൊണ്ടുപോകേണ്ടതിൻ്റെ സുതാര്യത അറിയാൻ ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും, ദൈവവിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. അത് പേടിയാണെങ്കിൽ ഒരു നിമിഷം വൈകാതെ രാജിവെച്ച് പോകണം. അല്ലാതെ നിങ്ങൾ ആഗോള സംഗമം, അയ്യപ്പ സംഘവും അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് പിണറായിയുടെയും പ്രഭൃതികളുടെയും പ്രീതി സമ്പാദിക്കാനല്ല അവിടെ വെച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ആയിരിക്കാം നിങ്ങളെ വെച്ചിരിക്കുന്നത്, പക്ഷെ നിങ്ങൾ ഭരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ശബരിമല മാത്രമല്ല, 3000-ഓളം ക്ഷേത്രങ്ങളുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണമാണ്. ഉത്തരവാദിത്വത്തോടെ, ദൈവഭക്തിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഞങ്ങൾ സഹിച്ചേ പറ്റൂ, അതൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ കണ്ണിലെ കൃഷ്ണപണി പോലെ അവർ കാത്തു സൂക്ഷിക്കുന്നതാണ് ആ സന്നിധാനം. ആ സന്നിധാനത്തിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൂശിയ ചെമ്പ് എന്നുള്ളത് കൊള്ള ചെയ്യാനുള്ളതല്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നേരത്തെ 42 കിലോ ഉണ്ടായിരുന്ന സ്വർണം, അതിൻ്റെ അളവ് ഇപ്പം 38 കിലോ ആയിട്ട് മാറി. 4 കിലോ ആര് കട്ടു? ആര് കൊള്ള ചെയ്തു? നിങ്ങളൊക്കെ വിജിലൻസ് കമ്മീഷണറും എല്ലാം ഉണ്ടല്ലോ. എത്ര കോടി രൂപയുടെ ആസ്തി എല്ലാവരെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയല്ലേ നിങ്ങളുടെ? മറ്റൊരു പ്രസക്ത അതിന് മറുപടി പറയണം.
മറ്റൊരു പ്രസക്തമായ കാര്യം, ഉം. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയില്ലാതെയാണ് ഇവരിത് കൊണ്ടുപോയത്. ആ. കോടതി ആദ്യം ചോദിച്ചത്, നിങ്ങൾ ഈ ദേവസ്വം ബെഞ്ചിനെ ഇത് അറിയിച്ചു? ഉം. ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ ശ്രദ്ധയിൽ ഇത് പെടുമ്പോഴാണ് അദ്ദേഹമാണ് ഇത് അറിയിക്കുന്നത് ഹൈക്കോടതിയെ. ആ. ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു, ഉം. ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ഇല്ലാതെ ഉം. ഇവരിത് കൊണ്ടുപോയിരിക്കുന്നു. ഉം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ മറുപടി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. തന്ത്രിയുടെ അനുമതി വാങ്ങിയിട്ടുണ്ടത്രേ, തന്ത്രി അനുജ്ഞ നൽകിയിട്ടുണ്ട്. തന്ത്രി ആരാ ഇതിന് അനുമതി നൽകാൻ? ആചാരങ്ങൾക്കാണ് അദ്ദേഹം. ഇത് ആചാരമല്ല, ഇത് ബിസിനസ്സാണ്. ഈ തന്ന തന്ത്രി പറയട്ടെ, 42 നിന്ന് 38 കുറഞ്ഞത് എങ്ങനെ? ഉത്തരവാദിത്തം പറയണം. തന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാമോ കോടതിയിൽ പോയിട്ട്? തന്ത്രി കേൾക്കുമോ അത്? ഇത് അമ്പലം വിഴുങ്ങികൾ എന്ന് കേട്ടിട്ടുണ്ട്. അമ്പലം വിഴുങ്ങികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അല്ല ശബരിമല സന്നിധാനം. പരിപാവനമായിട്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാനുള്ളതാണ് അവിടുത്തെ ഓരോ സ്വത്തും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിലേതുപോലെ സൂക്ഷിക്കേണ്ട ഒന്ന്. ആ ഉത്തരവാദിത്വം നിങ്ങൾ പരാജയമാണ്. 42 കിലോ 38 കുറഞ്ഞു. അപ്പൊ ആർക്ക് വേണമെങ്കിലും ആരോപിക്കാം നിങ്ങൾ മോഷ്ടിച്ചതാണെന്ന്. കാവൽക്കാരൻ നിങ്ങളാണ്. ചൗക്കീദാർ ചോർഹേ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞതാണത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായിട്ടുള്ള ചൗക്കീദാർ ചോർഹേ എന്നാണ് അർത്ഥം. കോടതിക്ക് ഒരു ദേവസ്വം ബോർഡ് ബെഞ്ചുണ്ട്. അതെന്തിനാ വെച്ചിരിക്കുന്നത്? കാര്യങ്ങൾ ഇത്ര വലിയ സ്വത്തിന്റെ ഒരു ഭാരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതും വരുന്നതും ഒക്കെ അവരെ അറിയിക്കാൻ എന്തൊരു ചെയ്തു? നിയമവിരുദ്ധമാണത്, ചട്ടവിരുദ്ധമാണത്, കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണത്. അത് ചെയ്തിട്ട് പത്രക്കാരുടെ അടുത്ത് എന്നിട്ട് ഇതെനിക്ക് പേടിയാണെന്ന് പറയുന്നു. പത്രക്കാരെ നിങ്ങൾക്ക് അവിടെ സൗകര്യമായിട്ട് റൂമും അരവണയും പിന്നെ ഒക്കെ കൊടുത്തിട്ട് സുഖിപ്പിക്കാം, അപ്പവും ഒക്കെ കൊടുത്ത് സുഖിപ്പിക്കാം. മറച്ചു വെക്കാൻ പറ്റില്ല. പക്ഷേ അവർ വാർത്ത എഴുതി വിട്ടു, നിങ്ങൾ പറയുന്ന എഴുതി വിട്ടു എന്ന് കരുതി നിങ്ങൾ ഈ 4 കിലോ സ്വർണത്തിന്റെ സമാധാനം പറയുന്ന രക്ഷപ്പെടെ നിങ്ങൾ ആഗോള സംഗമം സംഘടിപ്പിക്കുന്നു. അതിനിടയ്ക്ക് ഇത് ബുദ്ധിമുട്ടാണെന്ന് കോടതി പറഞ്ഞു. നിങ്ങളോട് ആര് പറഞ്ഞു? ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ച് പറഞ്ഞു ആഗോള സംഗമം സംഘടിപ്പിക്കാൻ. ഭക്തന്മാരെല്ലാം കൂടെ ആവശ്യപ്പെട്ടോ, എൻ്റെ സ്വാമി ഒരു സംഗമം സംഘടിപ്പിക്കണമെന്ന്. അവർക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള വെള്ളവും ആഹാരവുമാണ്. അവിടെ അയ്യപ്പ സേവ വിരിവെക്കാനുള്ള സൗകര്യമാണ്. അയ്യപ്പ സേവാ സംഘം 5 പൈസയുടെ ലാഭമില്ലാതെ ആഹാരം കൊടുത്തിരുന്നു. അത് നിങ്ങളെ നിർത്തലാക്കി. അന്നദാനം അവസാനിപ്പിച്ചു. അതെ, അന്നദാനം, മഹാദാനം, മാസ്റ്റർ പ്ലാൻ എവിടെയാണെന്ന് പോലും അറിയില്ല. ഇപ്പൊ മാനവ സേവ, മാധവ സേവ എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തത്. ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ആരാ ഇതിനൊക്കെ അധികാരം നടത്തിയത്? എന്നിട്ട് കോടീശ്വരന്മാരെ കൊണ്ടുവന്ന് ആഗോള സംഗമം. അവർക്കെല്ലാം ഡയമണ്ട് കാർഡ്, ഗോൾഡ് കാർഡ്. നിങ്ങൾക്ക് ഗോൾഡിനോട് വലിയ അതാണല്ലോ ഗോൾഡ് കാർഡ് കൊടുക്കുന്നത്. ഗോൾഡിനോട് വലിയ അഭിനിവേശം ഉണ്ടെന്ന് അറിയാം, പണ്ടേ അറിയാം. ഭരണകൂടത്തിനും ഉണ്ട് ഗോൾഡിനോട് വലിയ അഭിനിവേശം. പക്ഷെ ഭക്തന്മാരെ അങ്ങനെ പറ്റിക്കാം. ഇതിപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ലല്ലോ, ദേവസ്വം മന്ത്രിയും ഇതിന് മറുപടി പറയണ്ടേ? ദേവസ്വം മന്ത്രിക്ക് ഈ ഉത്തരവാദിത്തം ഒളിച്ചോടാൻ സാധിക്കുമോ? ഇത് കൊള്ള മുതലുള്ള ഒരു നല്ല സൗകര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരാളെങ്കിലും സ്വാമിയേ ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ? ഇതിൻ്റെ പിന്നെ എന്ത് പരിപാവനത്വമാണ് ഈ സംഗമത്തിനുള്ളത്? ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ. ആ ഒരു പരിപാവനത്വവും ഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊള്ള മുതലായിട്ട് ഇത് പോവുകയില്ല. അത് അവിടെ സൂക്ഷിക്കും. ആ ഭക്തി പാരവശ്യം കൊണ്ടാണ് പട്ടിണിക്കാരായവരും ശബരിമല ചവിട്ടുമ്പോഴും പട്ടിണിക്കാരായ ആളുകൾ അവിടെ തന്ത്രിമാരായിട്ട് വരുമ്പോഴും മേൽശാന്തിമാരായിട്ട് വരുമ്പോഴും അതിൽ ഒരു ഗ്രാം പോലും സാധനം നഷ്ടപ്പെടാതിരിക്കുന്നു. ഭക്തി എന്ന് പറയുന്ന വികാരം അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതുകൊണ്ട്. ഭക്തിയില്ലാത്ത അവിശ്വാസികൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ ലോപം സംഭവിക്കുന്നു. അതാണ് തത്വമസി എന്നുള്ള 4 അക്ഷരങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. തത്വമസിയിലും സനാതന ധർമ്മത്തിലും വിശ്വാസമില്ലാത്തവർ അവിടെ ഇരിക്കുമ്പോൾ ഈ മുതലുകൾ താനേ നഷ്ടപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം മാത്രമാണ് ഈ 4 കിലോയുടെ കുറവിൽ നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ചിലപ്പോൾ മഞ്ഞുകട്ടയുടെ ഉപരിതലം മാത്രമായിരിക്കാം, കഷ്ണം മാത്രമായിരിക്കാം. പലതും ഇതുപോലെ അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആ വകുപ്പ് CPM തന്നെ അതിൻ്റെ കൈകളിൽ അമർത്തി ഞെരിച്ചു വെച്ചിരിക്കുന്നത്.